ഗൈസ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. കാരണം ഒന്നാമത് എൻ്റെ കൈ മൊത്തം ഫ്രാക്ചർ ആയിട്ടാണ് ഉള്ളത്. ഈ കഴപ്പ് എന്നെല്ലാം പറയൂലേ, അതേപോലെ ഒരു ഒന്നാം തരം കഴപ്പ് മൂത്തിട്ട് കിട്ടിയൊരു പണിയാണ്. പൊതുവേ നല്ല ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഈ ചുമരിനെല്ലാം പോയിട്ട് ഇടിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതേപോലെ ഇന്നലെ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചിട്ട് 2 പ്രാവശ്യം ശക്തിയിൽ ഞാൻ ചുമരിനിടിച്ച് കൈ ചതഞ്ഞു എന്ന് വേണ്ടിക്ക് പറയാം. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് കൈ നല്ലോണം നീര് വെച്ച്. രാവിലെ അച്ഛൻ തൈലെല്ലാം തേച്ച് തന്ന് കൈ അനക്കാണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യമില്ലാണ്ട് വീണ്ടും കഴപ്പ് മൂത്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ നമ്മുടെ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലുമായിട്ട് വരാൻ പോകുന്നുണ്ട്. മലയാള സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ദിലീപ് നായകനായ ബബ്ബബ്ബ സിനിമയുടെ ടീസർ വന്നത്. ബബ്ബബ്ബ മീൻസ് ഭയം ഭക്തി ബഹുമാനം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ദിലീപ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുള്ള ഒരു സംഭവം നമുക്ക് ആ ഒരു ടീസറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ ദിലീപിൻ്റെതായിട്ട് മുമ്പിറങ്ങിയ 2 സിനിമകളാണ് എനിക്ക് ഓർമ്മ വന്നത്. ആദ്യത്തേതാണ് നമ്മുടെ വാളയാർ പരമശിവം, അതെ റൺവേ. അതേപോലെ തന്നെ ടീസറിലെ ചില രംഗങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് CID മൂസ സിനിമയായിട്ട് ചെറിയ രീതിയിലൊക്കെ സാമ്യം തോന്നി. ഏതായാലും ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലിംഗ് ഉണ്ട്, എല്ലാം ഉള്ളൊരു എവർഗ്രീൻ സാധനമാണ് വരാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു ഡൗട്ടും ഇല്ല. ദിലീപിൻ്റെ ഈ അടുത്ത് വന്ന ഒട്ടുമിക്ക സിനിമകളിലും ഒട്ടും എനർജറ്റിക് അല്ലാതെ തീരെ വാടി ഉണങ്ങിയ രീതിയിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ബോക്സ് ഓഫീസിൽ ഈ ഒരു പടം എത്രമാത്രം കളക്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. കാരണം എത്രമാത്രം ആരാധകരുണ്ടോ അതിനനുസരിച്ച് തന്നെ ഹേറ്റേഴ്സും ഉണ്ട് ദിലീപിന്. ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ വീഡിയോ കാണുന്ന ഓഡിയൻസിനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നക്കോട്ടിക്സ് അതല്ല, സിനിമ വേറെ ജീവിതം വേറെ. ജീവിതമായിട്ട് ഒരിക്കലും നമ്മൾ സിനിമയെ താരതമ്യപ്പെടുത്തരുത്. ഇതിനൊരു എക്സാമ്പിൾ വെച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ ഉണ്ടെങ്കിൽ ആ ഒരു നടൻ്റെ സിനിമകൾ നിങ്ങൾ കാണൂലേ? പൊളിറ്റിക്കൽ പരമായിട്ട് അവരോട് എത്ര വലിയ ശത്രുത ഉണ്ടെങ്കിലും അവരുടെ സിനിമ കാണുമ്പം അതൊന്നും നമ്മൾ കാര്യത്തിലെടുക്കൂല. ഇപ്പം ദിലീപ് അങ്ങനെ ഒരു തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ സിനിമകളെയാണ്, അല്ലാണ്ട് ജീവിതത്തെ അല്ല. ഇത് ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളൊരു കാര്യമല്ല. നമ്മൾ കാണുന്ന സിനിമകളെ ജീവിതവുമായി കൂട്ടിച്ചേർക്കാൻ നോക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ തന്നെ ആലോചിക്കണം, മാർക്കോ, പണി, ആവേശം, ഈ സിനിമകളെല്ലാം കണ്ടിട്ട് കുട്ടികൾ വയലൻസിന്റെ പുറകെ പോയി എന്ന് പറയുന്ന നാടാ ഇത്. അതുപോലെ തന്നെയാണ് എമ്പുരാൻ സിനിമയായിട്ട് ബേസ് ചെയ്ത ചില പ്രശ്നങ്ങൾ. പക്ഷേ ചില സിനിമകളിലൂടെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പം അതിനെതിരെ പ്രതികരിക്കുന്നതിൽ യാതൊരു തെറ്റും പറയാനില്ല. എത്ര പേർക്ക് അറിയുന്നുള്ളത് അറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ആഷിഖ് അബു പൃഥ്വിരാജിനെ നായകനാക്കി വാരിയൻ കുന്നൻ എന്ന സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതിന് എതിരെയുള്ളൊരു സിനിമയായിട്ടാണ് ഈ ഒരു പടം റിലീസായത്. നമ്മുടെ ബാംബു ബോയ്സും ജൂനിയർ മാൻഡ്രിക്കൊക്കെ സംവിധാനം ചെയ്ത അലി അക്ബറാണ് പുഴ മുതൽ പുഴ വരെ എന്ന ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കലാപം വരെ നടക്കാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണിത്. അതായത് ഒരു ഹിന്ദു മുസ്ലിം വാർ വരെ നടക്കാൻ ചാൻസ് ഉണ്ട് എന്നർത്ഥം. ഏതായാലും ആ ഒരു സിനിമയെക്കുറിച്ചും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യും. ഏതായാലും നമ്മളെ ദിലീപിൻ്റെ സിനിമയെ കുറിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ജൂലൈ 16 സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. മേ ബി ഞാൻ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ വേണ്ടി പോകും. നമ്മുടെ ഈ ചാനലിൽ തന്നെ റിവ്യൂ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയത്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇനി വരാൻ പോകുന്നതിൽ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമ തന്നെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതെ, രാമായണം സ്റ്റോറി ബേസ് എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും അതെങ്ങനെ മേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. 700 കോടിയുടെ ആദിപുരുഷ് എന്ന് പറയുന്ന ആ ഒരു അപരാധത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. രാമായണം എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റോറിയെ എത്രമാത്രം താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അത്രയധികം കൊളാക്കിയിട്ടുണ്ട് ആദിപുരുഷ്. പുഷ്പക വിമാനത്തിന് പകരം വവ്വാല്, ഡബിൾ ഡക്കർ തലയുള്ള രാവണൻ. നമ്മൾ എത്ര ആഞ്ഞു മുക്കിയാലും ഇത്രയും വലിയൊരു സ്റ്റോറി ഒരിക്കലും 3 മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പുതിയ രാമായണം 2 പാർട്ടായിട്ടാണ് വരുന്നത്. ആദിപുരുഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ 3.5 മണിക്കൂർ ഞാൻ 2Xലിട്ടിട്ടാണ് കണ്ടത്. ഈ പടം തിയേറ്ററിൽ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പൊന്നാടി എണീച്ച് സ്വീകരിക്കണം. അത്രയും നല്ലൊരു കഥയെ 700 കോടി മുടക്കിയിട്ട് വെറും കോമഡിയാക്കി മാറ്റുക ചെയ്തത്. മെയിനായിട്ട് പുതിയ രാമായണത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടിയിരുന്നു. യശാണ് രാവണനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇത് മിക്കവാറും പൊളിക്കും. അതേപോലെ തന്നെ ശിവനായിട്ട് വരുന്നത് നമ്മുടെ കൈലാസനാഥൻ സീരിയലിലെ ക്യാരക്ടർ. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു
ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഈ ഒരു പടത്തിൻ്റെത് എന്ന് വേണ്ടിക്ക് പറയാം. പക്ഷേ ശരിക്കും ഞെട്ടിയത് അതിൻ്റെ മ്യൂസിക് ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ്. ഹാൻസ് സിമ്മർ AR റഹ്മാൻ കോംബോ. ഹാൻസ് സിമ്മർ ആരാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയലാറിൻ്റെ വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ചങ്ങായിയാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ലയൺ കിങ്, മാൻ ഓഫ് സ്റ്റീൽ, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ. മേ ബി ഇതൊരു കിടിലൻ സംഭവം തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം സാറ്റിസ്ഫൈങ് ആണ് എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. ഈ ഒരു അവസ്ഥയിൽ വരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. എൻ്റെ ആ ഒരു മനസ്സ് ആരും കാണാതെ പോകരുത്. അപ്പോൾ ഏതായാലും ടാറ്റ.